C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ആ മുറിയിലുള്ളതേ ആരുടെ അച്ഛനും അമ്മയാണെന്നാ പറഞ്ഞേ. അവരെ ഏതോ ആളുടെ ഏതോ ഫാദറും മദറും ആയിരിക്കും. പക്ഷേ തുളസിയുടേതല്ല. അപ്പച്ചിക്ക് ഉറപ്പാണോ? ആ, എനിക്ക് 101% ഉറപ്പാ. അത് കുറുപ്പിന്റെ ഉറപ്പല്ല, ഈ മംഗളയുടെ ഉറപ്പാ. എനിക്കും ആ സംശയമൊക്കെ ഉണ്ട് അപ്പച്ചി. ഒരു സംശയവും വേണ്ട. ഇവരാ എന്തരവളുടെ അച്ഛനോ അമ്മയോ അല്ലാന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് പിടികിട്ടി. രണ്ടെണ്ണത്തിന്റെയും ഉച്ച മുതൽ പെരുവിരല് വരെ ഞാൻ ഈ കണ്ണുകൾ കൊണ്ടൊരു പരിശോധന നടത്തി. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഛായ വേണ്ടേ? ഒന്നുകിൽ തന്തയുടെ അല്ലെങ്കിൽ തള്ളയുടെ. എവിടെ? ഒരു ഇഞ്ചു പോലും ഒരു ഛായയില്ല. ആദ്യമേ തന്നെ എനിക്കും അത് തോന്നിയതാ. ഓ, നിനക്കൊന്നും തോന്നിയിട്ടില്ല. നീ ഒരു മരമണ്ടിയ. അപ്പച്ചി, ദുർഗേ, അതെ ദുർഗെ, ചൂടാവല്ലേ നീ. ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്, എന്നിട്ട് ചൂടാവും. നീ ഇപ്പൊ ചെയ്ത പ്രവൃത്തി വിവരമില്ലായ്മേ. അതുകൊണ്ട് നീ ചെയ്തത് മണ്ടത്തരാണെന്നാ ഞാൻ പറഞ്ഞേ. അതേ ഞാൻ അർത്ഥമാക്കിയുള്ളൂ. ഇതുങ്ങളെ നീ ഇവിടെ കയറ്റി താമസിപ്പിക്കുകയും സൽക്കരിക്കുകയും ചെയ്യരുതായിരുന്നു. ആ, സംഭവിച്ചൊന്നും സാരമില്ല, പോട്ടെ. എത്രയും പെട്ടെന്ന് നീ അവരെ ഇവിടുന്ന് ഇറക്കി വിടും. വരട്ടെ അപ്പച്ചി. അവരെ അങ്ങനെ ഇങ്ങ് ഇറക്കി വിട്ടാ പറ്റില്ല. ദുർഗേ, ഇവരെ ആരോ വാടകയ്ക്ക് എടുത്തു കൊണ്ടുവന്നതാ. ഒന്നുകിൽ ദിവസക്കൂലി അല്ലെങ്കിൽ മാസക്കൂലി. ഇവര് വാടക തന്തയും തള്ളയുവാ. റെന്റെ കാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ റെന്റെ ഫാദർ ആൻഡ് മമ്മി. നിനക്കിതൊന്നും മനസ്സിലായില്ലേ ദുർഗേ? ഏതു മണ്ടനും മനസ്സിലാവുന്ന കാര്യമല്ലേ ഇത്? അറിയാഞ്ഞിട്ടൊന്നും അല്ല അപ്പച്ചി. ഇവര് വന്നിരിക്കുന്നത് ഒരർത്ഥത്തില് നമുക്ക് നല്ലത് തന്നെയാ. തൽക്കാലം അവരിവിടെ താമസിക്കട്ടെ. എന്തിന്? ഭൂലോകം വിഴുങ്ങികളാ ഇവര്. അതലം, വിതലം, സുതലം, വിണ്ടലം തുടങ്ങി 14 ലോകങ്ങളും വിഴുങ്ങാനുള്ള വിശപ്പുണ്ടവർക്ക്. അവരെ ദേവമംഗലം വിഴുങ്ങിക്കളയും. ആ കൂട്ടത്തില് നിന്നെയും. ജ്യൂസ് റെഡി. ചേട്ടൻ ഈ കള്ളത്തരങ്ങളൊക്കെ ദുർഗേച്ചിയും കൂട്ടരും കണ്ടുപിടിക്കുകയോ ചെയ്യട്ടെ. ഞാൻ എന്ത് പറയാനാ പ്രിയേ? അവരവരെ തന്നെ സംശയിക്കുന്നവരാ ദുർഗേച്ചിയും ആ നെറികെട്ട അപ്പച്ചിയും ഒക്കെ. അങ്ങനെയുള്ളവര് മറ്റുള്ളവരെ സംശയിക്കാതിരിക്കുവോ? അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഈ വാടക അച്ഛനും അമ്മയെ രക്ഷപ്പെടും. അതോടെ നമുക്ക് സമാധാനവും കിട്ടും. അതൊക്കെ നമുക്ക് സാധ്യമാവോ എന്നുള്ള സംശയത്തിലാ ഞാൻ. ടെൻഷൻ അടിച്ച് ചാകാനാ നമുക്ക് വിധി. എന്ന് വച്ചാ കൊടുക്കുക, അതല്ലേ നീ പറഞ്ഞു വരുന്നത്? ആ, അത് തന്നെ. ഈ ആനപ്പിടുത്തമില്ലേ, അതുപോലെ നല്ല വാരിക്കുഴി തീർത്ത് വീഴിക്കുക, എന്നിട്ട് പിടിച്ച് ചങ്ങലക്കിട്ട് പൂട്ടുക. അത് കൊള്ളാം. പക്ഷേ എന്റെ തലയിലേക്കൊന്നും വരുന്നില്ലല്ലോ. ഈയിടെയായിട്ട് തലയ്ക്കകത്തെ കുതന്ത്രങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. എന്താ അത്? മാമൂസേ, ഞാനൊരു ഐഡിയ പറയട്ടെ. അയ്യോ, എന്റെ പൊന്നാതിരെ, നീ ദയവേത് ഒരു ഐഡിയയും പറയല്ലേ. പലതും 8 നിലയിൽ പൊട്ടിയിട്ടുള്ള ഐഡിയകളാ. ദുർഗ ആന്റി. അതെന്താ ദുർഗെ?
നീ എന്റെ കുഞ്ഞൂസിനെ അങ്ങനെ കളിയാക്കുന്നേ? അവൾ അത്ര മണ്ടിയാണോ? സത്യത്തിൽ ഈ തുളസി പ്രിയയുടെയും ജയന്റെയും മകളല്ലെന്ന് കണ്ടുപിടിച്ചത് എന്റെ കുഞ്ഞൂസല്ലേ? അത് ശരിയാ. ആ പോട്ടാതിരെ, ഞാനേ പെട്ടെന്ന് ആ വൃത്തികെട്ട കേസങ്ങ് ഓർത്തുപോയി. പ്രഗ്നൻസി. ഓക്കെ സാർ. ആ ജയ, അവിടെ വലിയ തിരക്കില്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരൂ. ആ ശരി. ആരും ഇല്ലാത്തപ്പോ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അളിയനോ ഒക്കെ അങ്ങ് വീട്ടിലെത്തുമ്പോ പ്രോട്ടോകോൾ ലംഘനം പാടില്ല. ദേവമംഗലത്തെ കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. പേടി. ഏയ്, ഇത്രയും ദൂരമൊന്നും നമ്മളെ തപ്പി അവർ വരില്ല. വന്നാലാകെ നാണക്കേടാവും. അതിനേക്കാളൊക്കെ ഭീകരം ബാങ്കിലെ കടമാണ്. ബാങ്കുകാർ വന്ന് വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന എന്റെ പേടി. ഇവിടെ ഈ അഭിനയം എത്ര നാളത്തേക്കാണെന്ന് വല്ല സാറ് പറഞ്ഞിട്ടുണ്ടോ? ഏയ്, സാറതൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ പെരുമാറേണ്ട രീതികളെക്കുറിച്ചും സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് കുറച്ച് കാശ് കൂടുതൽ സാറിനോട് ചോദിച്ചു വാങ്ങണം. അത്യാവശ്യം കടക്കാരെ ഒതുക്കി നിർത്തണം. ബാങ്കിലെ കടം കുറച്ചെങ്കിലും വീട്ടണം. അല്ലെങ്കിൽ പണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതുപോലെ ഒരിക്കൽ കൂടി ഒരു തീരുമാനം എടുക്കേണ്ടി വരും. നീ ഒന്നും മിണ്ടാതിരിക്കേ. എന്ത് പറഞ്ഞാലും ഒരു ആത്മഹത്യ. ഇനി നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ടിയൊന്നും വരില്ല. അതെ, ഇപ്പൊ നമ്മൾ വന്ന് പെട്ടിരിക്കുന്നത് നല്ലൊരു മനുഷ്യന്റെ കയ്യില. സാറ് നല്ല മനുഷ്യനാ, തങ്കപ്പെട്ട മനുഷ്യൻ. പക്ഷെ അങ്ങനെ പെണ്ണുമ്പുള്ള അവരുടെ നോട്ടം കണ്ട പേടി വരും. ഈ ആളെ പിടിക്കാൻ കടുവ ആക്രമിക്കാൻ നടക്കുന്ന പോലെയാ. അല്ല, അവര് മനുഷ്യ സ്ത്രീയോ അതോ പിശാചോ? ഇതിനകത്ത് നടക്കുന്ന സംഭവ പരമ്പരയെ കുറിച്ച് കേട്ടാലേ നമ്മൾ അന്തം വിട്ട് നിന്നുപോകും. അത്രയ്ക്ക് ഭയങ്കരമാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങള്. എനിക്കറിയാം. മുല്ലപ്പൂ പോലുള്ള ആ കൊച്ചിനെ ഞെരിച്ചു കൊല്ലാൻ ആ സ്ത്രീ കാണിക്കുന്ന തീയാട്ടുകൾ. ഒരമ്മായിയമ്മ പോര്. അമ്മായിയമ്മയിലും അമ്മ എന്നൊരു വാക്കുണ്ടല്ലോ. അതൊന്നും അല്ല, രക്തരക്ഷിയാണ്. നമുക്ക് കുറച്ച് കടങ്ങളേ ഉള്ളൂ. അത് കൊടുത്തു തീർത്ത പ്രശ്നങ്ങളൊക്കെ തീരും. ഈ വീട് വെച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാലേ എന്ത് സമാധാനമുള്ളവരാ നമ്മള്, അല്ലേ? അതെ, സത്യം. ഇവിടെ ഈ ദുർഗയും അവളുടെ കുറെ പരിവാരങ്ങളും കൂടി ആ കൊച്ചിനെ സാറിനെ ഇട്ട് പൊരിക്കുക. കഷ്ടം. നമ്മളെ ആദ്യം കണ്ടപ്പോ തീരെ പിടിക്കാതെ അകത്തേക്ക് പോയ ആ പെണ്ണിന്റെ പേരെന്താ? മുതിരയോ? മുതിരയും വൻപയറൊന്നുമല്ല, ആതിര. ആദ്യെ കെട്ടാൻ കയറുമായിട്ട് നടക്കുന്നവളാ. അവളെ ആ കാണുന്നൊന്നും അല്ല രൂപം. മനസ്സ് മുഴുവൻ പോയിസണാ. എടി, ആടെ ആഭരണങ്ങൾ അണിഞ്ഞ ഒരു സ്ത്രീ വന്നില്ലേ, അപ്പച്ചി. അവരിനിയും വരും, ചോദ്യം ചെയ്യും. സൂക്ഷിച്ചേ വർത്തമാനം പറയാവൂ. നിങ്ങളാ സൂക്ഷിക്കേണ്ടത്. അത്യാവശ്യത്തിന് വർത്താനം പറയാ നിങ്ങളുടെ തള്ളങ്ങ് നിർത്തുക. റാസൽ ഖൈമെന്നൊരു വാക്ക് വേണ്ടി പോരുത്. എനിക്ക് വാക്ക് കേൾക്കുമ്പോ കല്യാണവും. മനസ്സിലായി? ഓ, മനസ്സിലായി. മറ്റാരുടെ കാര്യമാ നമുക്കിവിടെ പറയാനുള്ളത്? ആ തുളസിയുടെ കാര്യം തന്നെയാ. പേര് പറയാൻ ഒരു അച്ഛനോ അമ്മയോ ഇല്ലാതെ ഏതോ കടത്തെണ്ണയിൽ പിറന്നു വീണതാണെന്ന് അറിഞ്ഞിട്ടും അവക്കൊരു കൂസലുമില്ല. അവൾ ആദിത്യനെയും വശീകരിച്ചോണ്ട് ഊരു ചുറ്റാൻ പോയി തിരികെ വന്നിരിക്കുന്നു. ആദ്യം ഞാനൊരു പിടി പിടിക്കുന്നുണ്ട്. ഞാനൊന്ന് നോക്കിയാ മതി, അവൻ അതോടെ അടങ്ങും. അതൊക്കെ പണ്ട്. ഇപ്പൊ നിന്റെ പുലികളിയൊന്നും അവന്റെ അടുത്ത് ചെലവാവില്ല. നീ ഒന്ന് അങ്ങോട്ട് പറയുമ്പോ അവൻ 4 ഇങ്ങോട്ട് പറയും. ചെറുക്കനെ അവള് തലതിരിച്ചു വിട്ടിരിക്കുക. അപ്പച്ചി, ഞാൻ സത്യം തുറന്നു പറയുമ്പോ നീ എന്തിനാ ദുർഗ ദേഷ്യപ്പെടുന്നേ? ഞാൻ എന്താ നിനക്ക് അന്യാണോ? ആദിത്യന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് 100% സത്യം. അവൻ പണ്ടൊക്കെ നിന്റെ മുമ്പിൽ പട്ടിയെ പോലെ വാലാട്ടി നിൽക്കുമായിരുന്നു.
ഇപ്പോഴോ? ഇന്ന് നീ അവനോട് എന്തെങ്കിലും പറഞ്ഞ അവൻ ആ വാല് വടിവാളാക്കും. ദുർഗേ, ചെറുക്കന്റെ തല തിരിഞ്ഞു. അതാണ് പെണ്ണിന്റെ ശൃംഗാരോപദേശം. ഇനിയും ഈ നില തുടർന്നാൽ മകനെ കൊണ്ടേ അമ്മയുടെ പെടലിക്ക് കഠാര വയ്പ്പിക്കും ആ യന്ത്രവള്. നീ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിലെ ഏക വ്യക്തി ഞാൻ മാത്രം. അതുകൊണ്ടാ നഗ്നമായ ചില സത്യങ്ങളൊക്കെ ഈ അപ്പച്ചി വിളിച്ചു പറയുന്നത്. അപ്പച്ചിയുടെ ആത്മാർത്ഥത്തെ പറ്റിയൊക്കെ എന്നോട് വിശദീകരിക്കണോ അപ്പച്ചി? അപ്പൊ നിനക്ക് അറിയാം അതൊക്കെ. ആത്മാർത്ഥതയിൽ ഈ അപ്പച്ചി മണ്ണെണ്ണ കലർത്തില്ല. സ്നേഹിച്ചാൽ ഞാൻ എന്റെ ചങ്കു പറിച്ചു കൊടുക്കും. വെറുത്താൽ ആ ചങ്ക് ഞാനിങ്ങ് പറിച്ചെടുക്കും. എന്തായാലും ആ തുളസിയോട് സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് 100% ഉറപ്പായി. എന്താ അപ്പച്ചി? ഞാൻ നേരത്തെ ദുർഗയോട് പറഞ്ഞില്ലേ ആ കാര്യം തന്നെ. അവളുടെ മുഖം വിളിച്ചു പറയുന്നുണ്ട്, ഇവിടെ വന്നിരിക്കുന്നവർ അവളുടെ അച്ഛനും അമ്മയും അല്ലെന്ന്. ഉണ്ടോന്നോ? അവര് ദേവമംഗലത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ കൊട്ടേഷൻകാരെ വെച്ച് പിടികൂടിയല്ലോ ദുർഗ. വന്ന് കേറിയപ്പോ മുതല് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കഴിഞ്ഞു. CBI, ഇന്റർപോൾ, റോ, ഇന്റർപോളിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ മംഗള. ഡോക്ടറോ? ആ, ഈ പരദൂഷണത്തിന് അവർക്ക് ഡോക്ടറേറ്റ് ഉണ്ടല്ലോ. പിന്നെ ആതിര, സുലു. ദേവമംഗലത്ത് ഇപ്പൊ മൊത്തം ഇൻവെസ്റ്റിഗേഷൻകാരാ. ACP ആയ എനിക്ക് അവിടെ എന്ത് വില? ഇതിനിടയ്ക്ക് ഈ വന്നിരിക്കുന്നവരെ ശരിയായ അച്ഛനമ്മമാരല്ലാന്നും കൂടി അറിഞ്ഞാലോ? അറിഞ്ഞ അടുത്ത കൊടുങ്കാറ്റും പേമാരി. കാറ്റടങ്ങി പേമാരി ശമിക്കണമെങ്കിൽ പിന്നെയും കുറെ ദിവസം. ദേവമംഗലത്ത് ഒരിക്കലും ശാന്തതയില്ലല്ലോ. എപ്പോഴും യുദ്ധം തന്നെ. അമ്മയും മകളും പരസ്പരം അറിഞ്ഞു വരുമ്പോ ഞാനന്ന് ഉണ്ടാവൂന്നുള്ള കാര്യത്തിലേ ഉള്ളൂ ഒരു സംശയം. ഏട്ടാ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല പെണ്ണെ. അറിയാതെ പറഞ്ഞു പോയതാ. എനിക്കെന്റെ മകളെയും വേണം, അവളെ പ്രസവിച്ച അമ്മയെയും വേണം. അവര് പരസ്പരം തിരിച്ചറിയുന്ന നിമിഷം എന്താണ് ഉണ്ടാവുക എന്നുള്ള ഭയത്തോടെയാ. എന്റെ ഈ വ്യക്തിത്വത്തിന് പോലും ചേരാത്ത ഈ കൈവിട്ട കളിക്കൊക്കെ ഞാൻ തയ്യാറാവുന്നത്. പിന്നെ ആ വന്നിരിക്കുന്നവര് അവളുടെ അച്ഛനമ്മമാര് തന്നെയാണെന്ന് തൽക്കാലമെങ്കിലും അവളൊന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു. പിന്നെ കുറെ നാളത്തേക്ക് ദുർഗയുടെ നാവടക്കാൻ പറ്റും. അത് കഴിഞ്ഞാലും അമ്മയും മകളും തമ്മിലുള്ള അംഗം തീരും ഏട്ടാ. ഇല്ല, ഈ രണ്ടുപേർക്കും ഒരാപത്തും പറ്റാതെ അവരമ്മയും മകളും ആണെന്നുള്ള സത്യം അവരറിയണം. അതിനുവേണ്ടി കാത്തിരിക്കില്ല പെണ്ണെ നമ്മള്. ആ, സമയം പോയി.
തുളസിമോൾ എന്തെടുക്ക മോനെ? അവള് ദേവമക്കൾ തന്നെയുണ്ട്. പോരാൻ നേരത്തെ ഞാൻ വിളിച്ചൊന്നുമില്ല. ഏത് നേരവും ദുർഗാമ്മയോട് എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ദുർഗാമ്മയ്ക്കാണെങ്കിൽ തുളസിയോട് വഴക്ക് കൂടുന്നതില ഏറ്റവും സന്തോഷം. കൊള്ളാമോ? സൂപ്പർ. അത് പോട്ടെ, തുളസിയുടെ അച്ഛനും അമ്മയായിട്ട് വന്നവരെന്തെടുക്ക? ആ മഹാഭാവങ്ങളോ? അവരേത് നേരം അവരുടെ മുറിക്കാതെ തന്നെയാ. എന്റെ അമ്മയെ ഒന്നോർത്താ കഷ്ടം തോന്നും. ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അവരോട് തുളസിമോൾ എങ്ങനെ, ഇഷ്ടമാണോ? അമ്മ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? തുളസിയുടെ സ്വഭാവം അമ്മയ്ക്കറിയാലോ. അവൾ ആരോടും അന്തസ് വിട്ടൊന്നും പെരുമാറില്ല. അമ്മേ, ഒരു സത്യം ഞാൻ പറയാം. ആ വന്നിരിക്കുന്നതേ അവളുടെ അച്ഛനമ്മമാരാണെന്ന് 1% പോലും തുളസി വിശ്വസിച്ചിട്ടില്ല. എങ്കിൽ അത് അപകടമാണല്ലോ മോനെ. ആ, അപകടമാണ് അമ്മേ. ആ DNA ടെസ്റ്റ് തിരുത്തിയതിനേക്കാൾ ഭീകരമായിരിക്കും ഇനി വരാൻ പോകുന്നത്. എന്റെ ദൈവമേ, ഇത് ഇനിയും പ്രശ്നമാവോ? പ്രശ്നം തന്നെ ആയിരിക്കുമേ. ഒരു നിർവാഹം ഇല്ലാതെ അച്ഛൻ ചെയ്തു പോകുന്ന കാര്യങ്ങളോ ഇതൊക്കെ. പക്ഷേ ഇത് ദുർഗാമ്മയും തുളസിയും വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് അന്നേ ഞാൻ പറഞ്ഞത് അച്ഛനോട്. അമ്മേ, ഇതൊക്കെ പ്രാക്ടിക്കലാകാൻ വലിയ പാടാ. ഇതിപ്പോ വല്ലാത്ത കുരുക്കിലേക്കാ കാര്യങ്ങളൊക്കെ പോകുന്നത്. വയലന്റ് ആവാതെ ദുർഗാമ്മ. BP കൂടി അത് സ്ട്രോക്ക് ആയിട്ട് മാറും. ഒരു വശം തളർന്ന് കട്ടിലിൽ കിടന്നാലേ നോക്കാൻ മംഗളപ്പച്ചിയോ ആതിരയോ സുലുവോ ഒന്നും ഉണ്ടാവില്ല. മരുമകളായി ഞാനേ ഉണ്ടാവുള്ളൂ. എന്നെ തളർത്തി കട്ടിലി വീഴ്ത്താൻ നിനക്ക് വല്ലാത്ത മോഹമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്തായാലും നിന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ടേ ഞാൻ വീഴൂ, അത് ഉറപ്പ്. ആദ്യ കല്യാണം കഴിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതായതുകൊണ്ടും ഇത് ആദിയുടെ വീടായതുകൊണ്ടും ഞാൻ ഇവിടെ തന്നെ താമസിക്കും. നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങളുടെ മരുമകളായിട്ട് തന്നെ. നീ പല വെല്ലുവിളികളും എന്റെ മുമ്പിൽ നടത്തിയിട്ടുണ്ട്. അതെല്ലാം പരാജയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വെല്ലുവിളിയല്ല ദുർഗാമ്മേ, സത്യം. ഞാൻ ആരും ആയിക്കോട്ടെ, പക്ഷെ എല്ലാത്തിലും ഉപരി ഞാൻ ആദിത്യന്റെ ഭാര്യയാണ്. ഇതെന്താ ഇവരിത്ര താമസിക്കുന്ന? വേഗം ഒന്ന് വന്നീ മുറിക്കകത്ത് കയറിയിരുന്നെങ്കിൽ. വരും, വന്ന് കേറും. ഇതിനകത്തോട്ട് വന്ന് വലിഞ്ഞു കേറാതെ എവിടെ പോകാനാ രണ്ടെണ്ണം? കണ്ടാൽ അറിയാം 2 സൂപ്പർ ഫ്രോഡുകളാണ്. ഈ മുറിക്കകത്ത് അവര് വന്ന് കേറി ആ പൈസ ഒന്ന് എടുത്താ മതിയായിരുന്നു. എന്റെ ദൈവമേ, ദേ അപ്പൊ തന്നെ 2 എണ്ണത്തിനെയും പിടികൂടി പോലീസിൽ ഏൽപ്പിക്കണം മോഷണ കുറ്റത്തിന്. 2 എണ്ണത്തിനെയോ? 2 അല്ല 3 എണ്ണം. 3? സുലാന്റിക്ക് മനസ്സിലായില്ലേ? ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അവളെ കൂടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം, ആ കാട്ടുതുളസിയെ. അമ്പമ്പോ, ഞാൻ ആ കാര്യം മറന്നുപോയി. അവളെയും പോലീസിൽ ഏൽപ്പിക്കണം. അവളാണ് 1ാം പ്രതി. അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ആ ദേവദത്ത രാജയെ കണ്ടിട്ട് സുലുവാന്റിക്ക് എന്താ തോന്നിയേ? രാജ പോയിട്ട് ഒരു പ്രജ പോലും അല്ല, വെറും കൺട്രി. ഏതോ ആക്രി പെറുക്കി നടന്ന ഒരുത്തം വേഷം മാറി വന്നതാകാനാ സാധ്യതയെന്നാ എനിക്ക് തോന്നുന്നത്. സംശയമില്ല സുൽവാന്റി, ഇത് അവളും അങ്കിളും കൂടെ ഏർപ്പാട് ചെയ്ത നാടകം തന്നെ ആയിരിക്കും.
അവര് നമ്മളെ കാണരുത്. കണ്ട പണി പാളും. 10 മിനിറ്റിനകം മോഷണ കുറ്റത്തിന് 3 എണ്ണം അറസ്റ്റിൽ. ഉറക്കം വരുന്നു, കിടക്കാം. നിങ്ങൾ ആ മൊബൈൽ ഒന്നിങ്ങി തന്നെ. നിനക്കെന്തിനാ മൊബൈല്? ഞാൻ യൂട്യൂബ് നോക്കി ഏതെങ്കിലും ഒരു കോമഡി സ്കിറ്റ് കാണട്ടെ. നോക്കിയേ, നമ്മുടെ കഷ്ടപ്പാട് കണ്ട് ദൈവം കൊണ്ട് വെച്ചതായിരിക്കും. നിങ്ങള് തുളസിയുടെ യഥാർത്ഥ അച്ഛനമ്മമാരാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി പല പരീക്ഷണങ്ങളും അവരിൽ നിന്നുണ്ടാവും. പിന്നെ തുളസി മോള് വളരെ നല്ലവള്, അതുപോലെ തന്നെ ബുദ്ധിമതി. നിങ്ങൾ അവളുടെ ശരിയായ അച്ഛനും അമ്മയും തന്നെയാണെന്ന് അവളെ വിശ്വസിപ്പിച്ചെടുക്കണം. അത് ഇത്തിരി ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് സാർ. പരമാവധി ഞങ്ങൾ പരിശ്രമിക്കാം സാർ. ദേവമംഗലത്ത് എന്റെ ഭാര്യയ്ക്ക് ചില ശിങ്കിടികളും ഉപദേശക്കാരൊക്കെ ഉണ്ട്. കുടുംബം അലങ്കോലമാക്കുന്നത് അവരാ. ദുർഗയ്ക്ക് തുളസിയോടുള്ള വൈരാഗ്യവും പകയും പെരുപ്പിക്കാൻ ഇവരാണ് ഉലയൂതി തീ പടർത്തുന്നത്. കാര്യങ്ങൾ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാറേ. അപ്പോ നിങ്ങൾ അവിടെ എത്തിയാൽ ഉടനെ നിങ്ങളെ അടിച്ച് പുറത്തു ചാടിക്കാനായിരിക്കും അവരുടെ അടുത്ത ശ്രമം. അതിനുള്ള പല ഗണികളും അവരൊരുക്കും. പണവും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ മുന്നിലേക്കിട്ട് പരീക്ഷിക്കും. പണത്തിന് ആവശ്യമുള്ളതുകൊണ്ടേ നിങ്ങളത് എടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരു കാരണവശാലും എടുക്കരുത്. അതൊക്കെ ചതിയായിരിക്കും. ഇല്ല സാറേ, എടുക്കില്ല. ബുദ്ധിപൂർവ്വം നിൽക്കണം രണ്ടുപേരും. വലകളും കെണികളും ഒരുക്കി കാത്തു നിൽക്കുമായിരിക്കും അവര്. ചെന്ന് വീണേക്കരുത്. അതെ അതെ. മോളതെങ്കിൽ ഞാൻ ബാഗ് വെക്കട്ടെ. അതിന്റെ ഫോൺ ആരാ നോക്ക്. മോളോ? ആരെയും മോള്? അത് പിന്നെ അത് മോളിക്കുട്ടി. ഇവള് ചുരുക്കിയിട്ടിരിക്കുന്ന പേരാ മോള്. തൃശ്ശൂരിലുള്ള ഞങ്ങളുടെ ബംഗ്ലാവിലെ സെർവന്റാ മോളി. അതെ അതെ അതെ, ഞങ്ങളുടെ സെർവന്റാ. ഞാൻ അച്ഛന്റെ അമ്മയുടെ സുഖവിവരം തിരക്കാൻ വന്നതാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. പറയാം. മോള് ഇവിടെ നടക്കുന്നൊന്നും നീ അത്ര കാര്യമാക്കണ്ട. ഇതൊക്കെ ദുർഗയുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വഴിയായിട്ട് മാത്രം മോള് കണ്ടാ മതി. ദുർഗാമ്മയെ വല്ലാതെ അങ്ങ് ഭയപ്പെടുന്നുണ്ടല്ലോ. അതെന്താ കാര്യം? അവൾക്ക് ചില പരിമിതികളുണ്ട് മോളെ. എന്ത് പരിമിതികള്? അവൾക്ക് ചെറിയ ചെറിയ ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാ അവളിങ്ങനെ ഇടയ്ക്ക് വയലന്റ് ആവുന്നത്. വയലന്റ് ആവുന്നത് അതുകൊണ്ടൊന്നുമല്ല. ഭർത്താവിന്റെ കൈക്ക് കരുത്ത് പോരാഞ്ഞിട്ടാ. ഭാര്യയെ ന്യായീകരിച്ചെടുക്കാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ? കെട്ടിയ പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കാൻ എനിക്ക് കഴിയില്ല മോളെ. വേണ്ട. കെട്ടിയ പെണ്ണിനെ ന്യായവും അന്യായവും പഠിപ്പിച്ചൂടെ? കുറഞ്ഞ പക്ഷം ഒരല്പം സാമാന്യ മര്യാദയെങ്കിലും പഠിപ്പിച്ചൂടെ? ഞാൻ ചോദിച്ചതിനെന്താ മറുപടിയില്ലേ? മോളെ, ഞങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കേസുകൾ തെളിയിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ചില നാടകങ്ങൾ കളിക്കാറുണ്ട്. അത്തരം ചില നാടകങ്ങൾ നിത്യജീവിതത്തിലും ചിലപ്പോൾ നമുക്ക് അവതരിപ്പിക്കേണ്ടതായിട്ട് വരും.
നാടകവും ജീവിതവും വേറെ വേറെയല്ലേ. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ആർക്കും പരിക്ക് പറ്റാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പല കുറുക്കുവഴികളും നമുക്ക് പയറ്റേണ്ടതായിട്ട് വരും. ഒരച്ഛൻ സ്വന്തം മോളോട് പറയുന്നതായിട്ട് കരുതിയാൽ മതി. ഞാൻ ഈ ദേവമംഗലം എന്ന കുടുംബത്തിന്റെ നാഥനാണ്. ഭാര്യയും മക്കളും ഒക്കെയുള്ള കുടുംബത്തിന്റെ ക്യാപ്റ്റൻ. ഈ കുടുംബത്തിലെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ചില മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു എന്ന് വരും. നീ വളരെ ബുദ്ധിമുട്ടിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ തുറന്നു പറയുന്നത്. അതൊക്കെ വിട്ടുകള. പലതും പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ കഴിയുന്നില്ല അല്ലേ? നമുക്ക് ദൈവം കണ്ണു തന്നിരിക്കുന്നത് കാണാനാണ്. എന്ത് കാണാൻ? നല്ലത് മാത്രം കാണാൻ. നാക്ക് തന്നിരിക്കുന്നത് നല്ലത് മാത്രം പറയാൻ. ഈ ചെവികൾ തന്നിരിക്കുന്നത് നല്ലത് മാത്രം കേൾക്കാൻ. ഇതിനപ്പുറം ഒരു മറുപടി എനിക്ക് മോളോട് പറയാനില്ല. മോള് തിരിച്ചൊന്നും ചോദിക്കുകയും ചെയ്യരുത്. ഭാര്യയും ഭർത്താവും മക്കളും മാത്രം അടങ്ങുന്നതായിരിക്കണം ഒരു കുടുംബം. കൂടാതെ ഇവരുടെ ആരെങ്കിലും അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരും ആകാം. അല്ലാതെ ഒരൊറ്റ എണ്ണത്തിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കരുത്. വീട് അലങ്കോലം ആവും. ഒരു കുടുംബത്തിൽ ഒരു അപ്പനോ അമ്മമ്മയോ ഉണ്ടെങ്കിൽ അതിനകത്തൊരു അച്ചടക്കമുണ്ട്. ആരും അതിര് വിട്ട ഒരു അക്ഷരം പോലും സംസാരിക്കില്ല. മാത്രമല്ല, പുലർകാലത്തും സന്ധ്യയ്ക്കും പൂജാമുറിയില് നിലവിളക്ക് തെളിഞ്ഞിരിക്കും. രണ്ടു നേരവും മുടങ്ങാതെ നാമജപവും കേൾക്കും. ദേവമംഗലത്ത് തുളസി ചെന്നതിൽ പിന്നെ പൂജാമുറിയിൽ വിളക്കി വെക്കും. ദുർഗേച്ചി മന്ത്രവാദികളെയും ജോത്സ്യരെയും ഒക്കെ വിളിച്ചു വരുത്തും. ആ, അത് തന്നെയാ ഞാൻ പറഞ്ഞു വന്നത്. എല്ലാ ഐശ്വര്യക്കേടുകളും അവിടെയുണ്ട്. പ്രായപൂർത്തിയായ ഒരു അന്യ പെണ്ണ് ഏത് നേരവും കഴുത്ത് നീട്ടി നിൽക്കുക, എന്നെ കെട്ടിക്കോ കെട്ടിക്കോ എന്ന് പറഞ്ഞു. അവളെ പ്രോത്സാഹിപ്പിക്കുന്ന ദേവമംഗലത്തെ കുടുംബനാഥ ദുർഗ. എങ്ങനെ ആ വീട് നന്നാവും? ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു അരക്കവിയാ. എല്ലാവരും അരവട്ടെന്നാ അവനെ വിളിക്കുന്നേ. അവനെ എഴുതിയ ഒരു 2 വരി കവിതയുണ്ട്. അന്യന്റെ കാലിൽ ഒരു ഉറുമ്പെങ്കിലും കടിച്ചിടുകിൽ അന്യനായി ഞാനൊന്ന് ഉറങ്ങിയിടുമേ എന്ന്. അർത്ഥം, അന്യർക്കെന്തെങ്കിലും ആപത്ത് പറ്റിയാലേ അവന് ഉറക്കം വരൂന്ന്. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ദേവമംഗലത്ത് നിന്ന് തിരികെ പോകുന്ന വഴി ഞാൻ പ്രസയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രസ അത് കണ്ടിട്ടുമുണ്ട്. വരട്ടെ. അവര് കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ടല്ലോ. എവിടേക്ക് കൊണ്ടുപോകാനാ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അവര് തന്നെ വല്ല വാടകയ്ക്കും ആയിരിക്കും താമസിക്കുന്നത്. അവിടേക്ക് അവര് തുളസിയെ കൊണ്ടുപോകാൻ തയ്യാറാവുമോ? അല്ല, ഇനി തയ്യാറായാൽ തന്നെ നമ്മൾ വിടുവോ? അവര് കോടിപതികളാണെന്നും പറഞ്ഞല്ലേ ഇവിടെ താമസിക്കുന്നേ. തുളസിമ്പോൾ അതൊക്കെ വിശ്വസിച്ച മട്ടാ. തുളസിമ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് വിശ്വസിക്കോ? കുറ്റം തെളിയിക്കുന്ന കാര്യത്തിൽ അഗ്രഗണ്യനായ പ്രസയുടെ രക്തമാണ് അവളുടെ സിരകളിൽ ഓടുന്നത്. ദുർഗയെന്നോ നിങ്ങളുടെ? കൂടുതൽ ഇവരെ വിരട്ടിയാ ഞാൻ ഇവരെ പിടിച്ച് തടവിലാക്കിയ കാര്യം ഇവരെല്ലാവരോടും പറയുമായിരിക്കും. ഞാൻ പറയുന്നത് വരെ നിങ്ങൾക്ക് 2 പേർക്കും തുളസിയെ കാണാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാ? ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. തന്ത്രപൂർവം ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അതെ, നിങ്ങളുടെ മരണത്തിലേക്കുള്ള യാത്രയായിരിക്കും. അയ്യോ മാഡം, ഞങ്ങളുടെ മോള്. അവളെ നിങ്ങൾ കാണണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. അയ്യോ, അതുവരെ ഈ തടവറയിൽ കിടക്ക്. വേണ്ട,
പോകുന്നത് വരെ കുറെയൊക്കെ അങ്ങ് ക്ഷമിക്കാം. അല്ല, ദുർഗ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്തോ നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, പറയൂ. മകളെ തിരിച്ചു കിട്ടിയതിന്റെ ആ ഒരു ത്രില്ലിലാണല്ലോ ഞങ്ങൾ. അറിയാം. കൊല്ലക്കൊടിയിലല്ലേ സൂചി വിൽപ്പന. ഞങ്ങളുടെ പൊന്നുമോളെ ഇത്രയും കാലം സംരക്ഷിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നീ രക്തം ഊറ്റിക്കുടിക്കുന്ന യക്ഷിയാണെന്ന് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. ഇവിടെ അത്ര വലിയ സംരക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? മരുമകളെ സപ്രപഞ്ചത്തിൽ ഇരുത്തണമെന്നും ആട്ടുകെട്ടിൽ ഇരുത്തി ആട്ടണമെന്നും ചന്ദനലേപനം ചെയ്യണമെന്നും ഒക്കെ എനിക്ക് ആശയുണ്ടായിരുന്നു. പക്ഷേ മരുമകളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേ കരണ കുറ്റിനോക്കി രണ്ട് പൂശാനാ എനിക്ക് തോന്നിയിരുന്നത്. എന്നാൽ ഇനി ആശ നിരാശയുടെ പെട്ടിയിലേക്ക് ഇട്ടേക്ക്. ഞങ്ങളുടെ മോളെ അങ്ങ് കൊണ്ടുപോവാ. അയ്യോ, എന്തൊരു നല്ല തീരുമാനം. എത്ര നല്ല കാര്യമാ നിങ്ങൾ പറഞ്ഞത്. എപ്പോഴാ കൊണ്ടുവന്നേ? ആ മഹത്കാര്യത്തിന് ഞാൻ സംഭാവന എന്തെങ്കിലും തരണോ? ദേവമംഗലത്തെ ദുർഗ ഇങ്ങനെ 2 കൈയും കൊണ്ട് വാരിക്കോരി കൊടുക്കുന്ന ഒരു ദാനശീലിയാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വാരിക്കോരി കൊടുത്തോ? പക്ഷെ ഞങ്ങൾക്ക് വേണ്ട. ഓ, മുഷിഞ്ഞവരെ കണ്ടാൽ അറിയില്ല ഞങ്ങൾക്ക്. നിങ്ങൾ എന്താ പറഞ്ഞ? നിങ്ങൾക്കൊരു വഴക്കിനുള്ള ഭാവമാണോ? അയ്യോ, ഒരിക്കലുമില്ല. പിന്നെ ഞങ്ങളെ നന്നായി സ്വീകരിച്ചവളല്ലേ ദുർഗ. ഈ നാട്ടിലേക്ക് കാലുകൂത്തിയപ്പോ തന്നെ മാലയും ബൊക്കയൊക്കെ തന്ന് സ്വീകരിച്ചത് ഓർമ്മയില്ലേ? അല്ല, അതൊക്കെ ഞങ്ങൾ അപ്പോഴേ മറന്നു. ശ്രീമതി ദുർഗയും അതൊക്കെ മറന്നേക്ക്. അപ്പോ നാളെ ഞങ്ങൾ തുളസിയുമായിട്ട് പോകും. അല്ല, ഭാര്യയുടെ കൂടെ ഭർത്താവ് ഉണ്ടാവണല്ലോ. എന്തിന്? എന്റെ മകനെ ഞാൻ എങ്ങോട്ടും വിടില്ല. മകനെ ഇതിനകത്ത് പൂട്ടിക്കെട്ടിയിട്ടിരിക്കുകയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ തുളസിയുടെ കഴുത്തിൽ ആദിത്യൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ ഞങ്ങൾ കൊണ്ടുപോകും. നിങ്ങൾ തുളസിയെ കൊണ്ടുപോകും, പക്ഷേ ആദിത്യനെ കൊണ്ടുപോവില്ല. അവൻ ഞങ്ങളുടെ മരുമകനാണെങ്കിൽ അവനെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. അവൻ നിങ്ങളുടെ മരുമകനല്ല, എന്റെ മകനാണ്. അതിലെന്ത് ന്യായം വേണം? ആദിത്യൻ തുളസിയെ കല്യാണം കഴിച്ച സ്ഥിതിക്ക് തുളസി ആദിത്യന്റേതും ആദിത്യൻ തുളസിയുടേതുമാണ്. ഞങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ വേറെ റോളാണുള്ളത്. പ്രസവിച്ചെന്ന് വെച്ചേ അമ്മയ്ക്ക് മകനെ അടിമയാക്കാൻ പറ്റൂ? മാറങ്ങോട്ട്. എടി, നിന്റെ പട്ടട നീ തന്നെ ഒരുക്കാണോ? ആരായാലും ഒടുവിൽ ഒരു പിടി ചാരമായിട്ട് മാറും ദുർഗാമേ. നീ എന്റെ മോനെ വശീകരിച്ചു കൊണ്ടുപോവോ? ഞാൻ വശീകരിച്ചു കൊണ്ടുപോകാൻ ആദ്യം ഞരമ്പ് രോഗിയൊന്നും അല്ല. അവൻ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു ചെറുപ്പക്കാരനാ. അവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് എന്റെ കൂടെ വരുന്നു. അവൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട അവനെയും കൊല്ലും, ഞാൻ നിന്നെയും കൊല്ലും. കുറെ കാലമായിട്ട് ഇങ്ങനെ കൊല്ലും കൊല്ലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ കൊല്ലല് നിങ്ങളുടെ കുത്തകാവകാശമാണോ? നീ മിണ്ടരുത്. എന്റെ മോൻ ആദിയെ കൊണ്ടുപോവാനേ ഞാൻ അനുവദിക്കില്ല. അതിന് ദുർഗാമ്മയുടെ അനുവാദം വേണ്ടെന്ന് ഞാനും അവനും പറഞ്ഞതാ. നിന്റെ ഈ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.